വേദിയിലേക്ക് അങ്ങനെ ഇതാ നക്ഷത്രങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു അസുലഭ സായന്തനത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ മാന്യ മഹാജനങ്ങളെ, നല്ലവരായ കലാസ്നേഹികളെ, നാട്ടുകാരെ, നിങ്ങളെ ഞങ്ങൾ കലയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക. കേരളത്തിന്റെ സാംസ്കാരിക നഗരം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും കല, എവിടെ നോക്കിയാലും മനുഷ്യർ. ഇങ്ങനെ തിളച്ചുമറിയുന്ന കലാരവവും തിളച്ചുമറിയുന്ന മനുഷ്യരും, അസംഖ്യ മനുഷ്യർ, ഒരേ ഒരു വികാരം കല. കടല് പോലെ ഒഴുകിയെത്തുകയാണ് കലോത്സവ വേദിയിലേക്ക്. കലോത്സവ വേദിയെ മറ്റൊരു മഹാസമുദ്രമാക്കിയ തൃശ്ശൂരിന് നന്ദി പറയുന്നു. അതെ, ഈ സായാഹ്നം സ്പെഷ്യലാണ്. കാരണം തൃശ്ശൂരിൽ കലോത്സവം വരുന്നു. അതിന് നമ്മൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമായി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് വിരുന്നിന് വന്ന കലോത്സവത്തിന്റെ ഒരു പക്ഷെ നിറപ്പകിട്ടാർന്ന അവസാനത്തെ സായാഹ്നമാണ്. അപ്പോൾ ഒട്ടും മോശമാക്കിയില്ല കേരളത്തിന്റെ സാംസ്കാരിക നഗരം. അങ്ങനെ തിമർത്ത് കലയിൽ ആറാടി, കലയിൽ അലിഞ്ഞാവേശമായ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു. അവസാനത്തെ സായാഹ്നം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ നല്ല വിഷമമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മളിങ്ങനെ പല കാഴ്ചകളിലൂടെ എവിടെ തിരിഞ്ഞാലും അവിടെ ഒരു താളാത്മകത, പലതരത്തിലുള്ള കലാരൂപങ്ങൾ, പലതരത്തിലുള്ള മനുഷ്യർ, അസംഖ്യം വികാര വിചാരങ്ങൾ. പക്ഷേ ഒറ്റ എല്ലാവർക്കും ഒരൊറ്റ ഉദ്ദേശം മാത്രം, കലയെ സ്നേഹിച്ചുകൊണ്ടുള്ള മനുഷ്യർ ഇങ്ങനെ വരികയാണ്. അപ്പോ എന്തായാലും ഇനി നമ്മൾ നോക്കേണ്ടത് പോയിന്റ് പട്ടികയിലേക്കാണ്. പോയിന്റ് പട്ടികയിൽ വരുമ്പോൾ കണ്ണൂരിന് അഭിമാനിക്കാനുള്ള വക തന്നെയുണ്ട്. ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ആധിപത്യം എവിടെയും വിട്ടുകൊടുക്കുന്നില്ല. മുതൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ഐറ്റത്തിന്റെ റിസൾട്ട് വന്നത് മുതൽ തുടങ്ങിയ കുതിപ്പാണ് പ്രിയപ്പെട്ട കണ്ണൂരിന്റെ കുതിപ്പ്. ഈ സമയവും 7 പോയിന്റുമായി 887 പോയിന്റുമായി മോശമാക്കാതെ തൃശ്ശൂരും കോഴിക്കോടും ഒരേ പോയിന്റ് നിലയുമായി പിന്നാലെ തന്നെയുണ്ട്. രണ്ടാം സ്ഥാനത്ത് മാറ്റിമറിച്ചിലുകളാണ്. എന്ന് വെച്ചാൽ കോഴിക്കോട് മൂന്നാമതായിരുന്നു, കോഴിക്കോട് ഇപ്പൊ രണ്ടാമതേ കയറിയിരിക്കുന്നു. തൃശ്ശൂരും കോഴിക്കോടും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി തൃശ്ശൂരും ഒപ്പം തന്നെ ഞങ്ങളൊക്കെ പിന്തുണച്ച കോഴിക്കോടുണ്ട്. അപ്പൊ ആർക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും അതിന്റെ വിശേഷങ്ങളെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബാക്കിൽ കുറച്ച് ആളുകളെ കാണുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഈ വേദികളിൽ നിറഞ്ഞ സദസ്സിൽ കാണികളെ കയ്യിലെടുത്ത മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഈ കലകലാട്ടയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തിയിരുന്നു. ഇന്നും അവർ നിരാശപ്പെടുത്തുന്നില്ല. ഇന്ന് കലകലാട്ടക്കാർ ആർപ്പ് വിളികളോടെ തുടങ്ങുന്നു. കാരണം വഞ്ചിപ്പാട്ടാണ് നമ്മൾ പ്രേക്ഷകർക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. വഞ്ചിപ്പാട്ടിലൂടെ തന്നെ തുടങ്ങാം. വഞ്ചിപ്പാട്ട് സ്പെഷ്യലാണ്. തട്ടമിട്ട വഞ്ചിപ്പാട്ട് കലാകാരികൾ, തട്ടമിട്ട വഞ്ചിപ്പാട്ട് കലാകാരികൾ, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഏതാണ് സ്കൂള്? THS മൈമാർമൂല. മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പീൽ വഴി കയറി അപ്പീലായിട്ട് വന്നതാണ്. ബട്ട് എ ഗ്രേഡ് കിട്ടി. പൊളിച്ചടുക്കി ഇവിടെ ഒന്ന് പൊളിച്ചെടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ താളം പിടിക്കാൻ തയ്യാറാണ്.
എനർജി പെർഫോമൻസ് ഞങ്ങളൊക്കെ കേട്ടത് ആർപ്പോ ഇറോ എന്നല്ലേ, അതിലെന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, അതെന്താ? ഇത് കുട്ടനാടൻ ശൈലി. അതെന്താ വ്യത്യാസം എന്താ? കുട്ടനാടൻ ശൈലി, ആറന്മുള ശൈലി, രണ്ട് ശൈലിയാണ് ഇതിലുള്ള വഞ്ചിപ്പാട്ടില്. അപ്പോ ഇത് കുട്ടനാട് ശൈലി അങ്ങനെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്.